ഇഡി ഉദ്യോഗസ്ഥ എത്തിയ വാഹനം ആക്രമിച്ച സംഭവത്തിൽ ഡ്രൈവർമാർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് സൂചന നൽകി CPM. തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നതിൽ ഖേദമുണ്ട്. ആ നഷ്ടം പരിഹരിക്കുന്നതിൽ പാർട്ടിക്ക് ധാർമ്മിക ബാധ്യതയുണ്ടെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി A റഹീം പ്രതികരിച്ചു. ആശങ്ക നീക്കാനുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. ഇഡിയുടെ രാഷ്ട്രീയ വേട്ടയിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയത് നൂറുകണക്കിന് CPIM പ്രവർത്തകരും അനുഭാവികളുമൊക്കെയാണ്. ഇഡി ഉദ്യോഗസ്ഥരെയും വഹിച്ചു വന്ന വാഹനങ്ങൾക്കു നേരെ പ്രവർത്തകരുടെ രോഷം അണപൊട്ടി ഒഴുകി. അപ്പോൾ ആ സംഭവത്തിൽ ഒരു ടാക്സി കാർ, അയാളൊരു തൊഴിലാളിയാണല്ലോ, ഒരു സാധാരണ തൊഴിലാളി, ആ കാർ ഉപയോഗിച്ച് ഉപജീവനമാർഗം നടത്തുന്നയാളാണ്. അപ്പോൾ ഈ വലിയ പ്രതിഷേധത്തിനും രോഷത്തിനും ഇടയിലെ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ടുപോയ ആ കാറിന് നല്ല കേടുപാടുകൾ പറ്റി. വലിയ നിലയിലാണ് ആ കാറിന് കേടുപാടുകൾ പറ്റിയത്. അയാൾക്കും പരിക്കേൽക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ഒരു തൊഴിലാളി എന്ന നിലയിൽ ആ തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൽ CPIM എന്നൊരു പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ധാർമ്മികതയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ CPIMന്റെ പ്രമുഖരായ നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപജീവന മാർഗമാണല്ലോ. കേസ് അതിന്റെ വഴിക്ക് നീങ്ങുമെന്നും യൂണിയനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ആരെങ്കിലും പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു യൂണിയൻ ഉണ്ട്. ആരെങ്കിലും പ്രവർത്തിക്കുന്ന യൂണിയൻ ഉണ്ട്, ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ. അത് വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന യൂണിയനാണ്. ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ അയാൾക്കുണ്ടായിട്ടുള്ള വിഷമം പരിഹരിക്കാൻ യൂണിയൻ ആവശ്യമായിട്ടുള്ള കേസുമായൊന്നും യാതൊരു ബന്ധമില്ല. കേസിന്റെ വഴിക്ക് പൊക്കോളും, അതൊന്നും കുഴപ്പമില്ല. അയാളുടെ ഉപജീവനമാണ് ഒരു വിഷമം വന്നിരിക്കുന്നത്. ആ യൂണിയൻ ഇടപെട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണം പ്രവർത്തകരുടെ പ്രതികരണമെന്ന് CPM നേതാക്കൾ. ഇഡി റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഉദ്യോഗസ്ഥരെ ആരും ആക്രമിച്ചിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ഇങ്ങനൊരു സംഭവം മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നപ്പോൾ ആളുകൾ അദ്ദേഹത്തിൻ്റെ പിണറായിയുടെ വാടക വീട്ടിന് മുമ്പിലേക്ക് ഓടിക്കൂടുകയായിരുന്നു. അങ്ങനെ വലിയൊരു ജനക്കൂട്ടം അവിടെ വന്നെത്തി. റെയ്ഡ് കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അവരൊരു പക്വമായ നിലപാടാണോ സ്വീകരിച്ചത്? ചിലരെ അറസ്റ്റ് ചെയ്യുന്നു. ബോധപൂർവം ഒരു പ്രശ്നമുണ്ടാക്കാനല്ലേ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്? സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? ഒരു വലിയ ജനക്കൂട്ടം ക്ഷുഭിതരായിട്ട് പുറത്തു നിൽക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. ആ ജനക്കൂട്ടത്തിന് നേരെ കാറുമെടുത്ത് പോകാൻ പറ്റുമോ? സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാകില്ലേ? ക്ഷുഭിതരായ ഒരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിന് നേരെ കാറുമെടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായും ക്ഷുഭിതരായ ജനക്കൂട്ടം ഏത് ഗാന്ധിയന്മാരും പ്രതികരിച്ചു പോകില്ലേ? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇഡി റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യമാണ്. ഇഡി പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും RSSന്റെയും നിയന്ത്രണത്തിലാണ്. പെട്ടെന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ വിധി വന്നപ്പോൾ ചാടിക്കേറി 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീകരാവസ്ഥ സൃഷ്ടിക്കുക. അപ്പം ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള നികൃഷ്ടമായ ഗൂഢാലോചനയാണ്. അതിനെതിരെ ജനങ്ങളുടെ രോഷം ഉയർന്നിട്ടുണ്ട്, സ്വാഭാവികമാണ്. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും നാഷണൽ ഹെറാൾഡ് കേസിൽ ചോദ്യം ചെയ്യാൻ ഇഡി വിളിപ്പിച്ചപ്പോൾ എന്തെല്ലാം ബഹളങ്ങളാണ്, സമരങ്ങളാണ് ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കന്മാർ സംഘടിപ്പിച്ചത്. ആഭ്യന്തര വകുപ്പിന് നേരായ വിവരം കിട്ടുന്നില്ലെങ്കിലും ഇവിടെ ഒരു ഇന്റലിജൻസ് സംവിധാനമുണ്ട്. കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ആവശ്യമായ മുന്നൊരുക്കം അവർ നടത്തേണ്ടതല്ലേ? പിണറായി വിജയനെ പോലുള്ള ഏറ്റവും പ്രഗത്ഭനായ CPMന്റെ ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ തടഞ്ഞു വെച്ച് ഹറാസ് ചെയ്യുന്നു എന്ന വിവരം കിട്ടിയാൽ സ്വാഭാവികമായി അതിൻ്റെ ഒരു വികാരം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ പോലീസിന് ഉണ്ടാവണ്ടേ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാവണ്ടേ?
അവിടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു, ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഇത്ര വലിയ ജനക്കൂട്ടം പ്രതിഷേധിക്കാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് ഒരു ശാന്തത ഉണ്ടായ ശേഷം ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങണമായിരുന്നു. ഞങ്ങളെല്ലാം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ പിന്നെ ഒന്ന് ശാന്തമായ ശേഷം ഇറങ്ങണമായിരുന്നു. ഒരു ജനക്കൂട്ടത്തിൻ്റെ പ്രകടനവും അതിൽ പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടി വന്ന ആൾക്കാരുടെ നേരെ വാഹനം വരികയാണ് ചെയ്തത്. പോലീസാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. അവിടുത്തെ അന്തരീക്ഷം എന്താണെന്ന് നോക്കിക്കൊണ്ട് അവരെ ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ പുറത്തിറക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം വഹിക്കേണ്ടത് പോലീസാണ്. അല്ല, ഈ വാഹനത്തിലേക്ക് കല്ലൊക്കെ എടുത്തെറിയുന്നത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റുമോ? അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.